ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൈദ്ധാന്തിക് സമീക്ഷ ഓർ വ്യവഹാരിക് സമീക്ഷ. അപ്പോൾ ആദ്യം പറയുന്നത് ലേഖക്, പിന്നീട് പറയുന്നത് രചനയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭഗവാൻ ദീൻ എഴുതിയ ഒരു സൈദ്ധാന്തിക് സമീക്ഷയാണ് വ്യംഗ്യാർത്ഥ മഞ്ജുഷ. അടുത്തത് അർജുൻ ദാസ് കേഡി എഴുതിയ സൈദ്ധാന്തിക് സമീക്ഷയാണ് ഭാരതി ഭൂഷൺ. അടുത്തത് ശ്യാം സുന്ദർ ദാസ് എഴുതിയ സമീക്ഷയാണ് രൂപക് രഹസ്യം. അടുത്തത് കൻഹയ്യാലാൽ പൗധാർ എഴുതിയ രസമഞ്ജരിയും അലങ്കാർ മഞ്ജരി. രണ്ട് സമീക്ഷകളുണ്ട്. കൻഹയ്യാലാൽ പൗധാർ എഴുതിയ രസമഞ്ജരിയും അലങ്കാർ മഞ്ജരി. അടുത്തത് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരി ഔദ് എഴുതിയ രസ് കലശ്. ഒന്നുകൂടി പറയാം. ഭഗവാൻ ദീൻ വ്യംഗ്യാർത്ഥ് മഞ്ജുഷ. അടുത്തത് അർജുൻ ദാസ് കേഡിയ ഭാരതി ഭൂഷൺ. അടുത്തത് ശ്യാം സുന്ദർ ദാസ് രൂപക് രഹസ്യ. അടുത്തത് കൻഹയ്യാലാൽ പൗധാർ രസമഞ്ജരി. ഒന്നും കൂടിയുണ്ട്, അലങ്കാർ മഞ്ജരി. അടുത്തത് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിഔദ് എഴുതിയ രസ് കലശ്. അടുത്തത് വ്യാവഹാരിക് സമീക്ഷയാണ്. ലേഖക് ഹരിഹൗദ്, രചനായം കബീർ വചനാവലി കി ഭൂമിക. പിന്നീട് ഒന്നും കൂടി ഉണ്ട്, ഹിന്ദി ഭാഷ ഓർ സാഹിത്യ വികാസ്. അടുത്തത് ഭുവനേശ്വർ പ്രസാദ് മിശ്രൻ്റെ മീര കി പ്രേമ സാധന. അടുത്തത് കൃപാശങ്കർ ശുക്ലിൻ്റെ കേശവിക്ക് കാവ്യകല, കവിവർ രത്നാകർ. രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, കേശവിക്ക് കാവ്യകലയും കവിവർ രത്നാകറും. അടുത്തത് രാധാകൃഷ്ണ ശുക്ലിൻ്റെ നാട്യകല. അടുത്തത് ഡോക്ടർ രാംകുമാർ വർമ്മയുടെ കബീർ കാ രഹസ്യവാദ്. അടുത്തത് ജനാർദ്ദൻ മിശ്ര എഴുതിയ വിദ്യാപതി. അടുത്തത് ഗിരിജാ ദത്ത് ശുക്ല ഗിരീഷ് എഴുതിയ മഹാകവി ഹരിഔദ്. അടുത്തത് രാമനാഥ് സുമൻ എഴുതിയ പ്രസാദിക്ക് കാവ്യകല. അപ്പോൾ ഹരിഔദിൻ്റെ രണ്ട് സമീക്ഷകളാണ്. കബീർ വചനാവലിക്ക് ഭൂമിക, പിന്നെ ഹിന്ദി ഭാഷ ഒരു സാഹിത്യ വികാസ്. അടുത്തത് ഭുവനേശ്വർ പ്രസാദ് മിശ്ര എഴുതിയ മീര കി പ്രേമ സാധന. അടുത്തത് കൃപാശങ്കർ ശുക്ല എഴുതിയ കേശവിക്ക് കാവ്യകല. പിന്നെ ഒന്നും കൂടി ഉണ്ട്, കവിവർ രത്നാകർ. അടുത്തത് രാധാകൃഷ്ണ ശുക്ല എഴുതിയ നാട്യകല. അടുത്തത് ഡോക്ടർ രാംകുമാർ വർമ്മ എഴുതിയ കബീർ കാ രഹസ്യവാദ്. അടുത്തത് ജനാർദ്ദൻ മിശ്ര എഴുതിയ വിദ്യാപതി. അടുത്തത് ഗിരിജാ ദത്ത് ശുക്ല ഗിരീഷ് എഴുതിയ മഹാകവി ഹരിഔദ്. ലാസ്റ്റ് രാംനാഥ് സുമൻ എഴുതിയ പ്രസാദിക്ക് കാവ്യകല. അപ്പോൾ ഹരിഔദ് വ്യവഹാരിക് സമീക്ഷയിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മുമ്പ് നോക്കിയ സൈദ്ധാന്തിക് സമീക്ഷയിലും വരുന്നുണ്ട്. അപ്പോൾ ഈയൊരു ചെറിയൊരു ടോപ്പിക്കാണ്, അതൊന്ന് ജസ്റ്റ് നോക്കി പോവുക. ധന്യവാദ്.